കുരുക്ഷേത്ര യുദ്ധം നിരവധി വീരയോദ്ധാക്കൾ പങ്കെടുത്ത ദ്വാപരയുഗത്തിലെ ഏറ്റവും ഭയാനകമായ പോരാട്ടം. ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത പ്രമുഖരായ യോദ്ധാക്കളായിരുന്നു ഭീഷ്മർ, ദ്രോണർ, കർണൻ, സാത്വികി, അശ്വത്ഥാമാവ്, കൃപാചാര്യർ, കൃപർ, കൃതവർമാവ്, പാണ്ഡവർ, കൗരവർ തുടങ്ങിയവർ. എന്നാൽ ഇവരോളം തന്നെ കരുത്തരായ നിരവധി യോദ്ധാക്കൾ ആ മഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. വീരകഥകളാൽ പാടി പുകഴ്ത്താതെ പോയ ആ യോദ്ധാക്കളുടെ കഥ, തൻ്റെ പോരാട്ട വീര്യത്താൽ ഭീഷ്മ പിതാമഹനെ പോലും വിറപ്പിച്ച വിരാട രാജകുമാരൻ ശ്വേതന്റെ കഥ, വില്ലാളി വീരൻ അർജുനനെ പോലും ബോധരഹിതനാക്കിയ ത്രികർത്ത ദേശത്തെ രാജാവായ സുശർമ്മന്റെ കഥ, മഹാഭാരതത്തിലെ വീരന്മാരുടെ വർണ്ണനകളിൽ ഉൾപ്പെടാതെ പോയ ശക്തരായ പോരാളികളുടെ കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. മത്സ്യദേശത്തെ രാജാവായിരുന്ന വിരാടന്റെ പുത്രനായിരുന്നു ശ്വേതൻ. പാണ്ഡവരുടെ അജ്ഞാതവാസത്തിൽ അവർക്ക് അഭയം നൽകിയ രാജാവായിരുന്നു വിരാടൻ. വിരാട രാജാവിൻ്റെ ആദ്യ പത്നിയായ കോസല രാജകുമാരിയായ സുരഥയിൽ വിരാടന് പിറന്ന പുത്രനായിരുന്നു ശ്വേതൻ. സുരഥയുടെ മരണശേഷം ഇദ്ദേഹം കേകയ രാജകുമാരിയായ സുദേഷണയെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിൽ വിരാടന് ശംഖനെന്നും ഉത്തരൻ എന്നും പേരുള്ള 2 പുത്രന്മാരും ഉത്തര എന്ന ഒരു പുത്രിയും ജനിച്ചു. ഈ ഉത്തരയെ പിന്നീട് അഭിമന്യു വിവാഹം കഴിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിരാടപുത്രൻ ശ്വേതൻ പാണ്ഡവ പക്ഷത്ത് നിന്ന് കൗരവർക്കെതിരായി പോരാടി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അതീവ ശക്തനായ യോദ്ധാവായിരുന്നു ശ്വേതൻ. മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ ഭീഷ്മ പിതാമഹനോട് നേർക്ക് നേർ നിന്ന് പോരാടി അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തിയ വീരനായിരുന്നു ശ്വേതൻ. 1-ാം ദിവസത്തെ പോരാട്ടത്തിൽ വിരാട രാജാവിൻ്റെ പുത്രനായ ഉത്തരൻ ശല്യനോട് ഏറ്റുമുട്ടി. ഉത്തരൻ ആനപ്പുറത്തിരുന്നായിരുന്നു യുദ്ധം ചെയ്തത്. ഉത്തരന്റെ ഗജവീരൻ ശല്യന്റെ കുതിരകളെ ചവിട്ടി മെതിച്ചു കൊന്നു. ശല്യൻ ഉടൻ തന്നെ ഒരു വേലെടുത്ത് ഉത്തരനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ആ വേൽ ഉത്തരന്റെ പടച്ചട്ട മുറിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ചു. ആനപ്പുറത്തുനിന്ന് നിലത്ത് വീണ ഉത്തരൻ പരലോകം പോയി. ഉത്തരൻ മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ആന ശല്യന്റെ രഥവും തകർത്തുകൊണ്ട് മുന്നേറിയെങ്കിലും ശക്തനായ ശല്യൻ ആനയുടെ തുമ്പിക്കൈ ഛേദിച്ച് അതിനെ തറയിൽ വീഴ്ത്തി. രഥം നഷ്ടപ്പെട്ട ശല്യർ കൃതവർമാവിന്റെ രഥത്തിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഉത്തരന്റെ സഹോദരനായ ശ്വേതൻ തൻ്റെ അനുജൻ മരിച്ചത് കണ്ടപ്പോൾ വർദ്ധിച്ച രോഷത്തോടെ അതിന് കാരണക്കാരനായ ശല്യന്റെ നേർക്ക് പാഞ്ഞു. അപ്പോഴേക്കും അനേകം യോദ്ധാക്കൾ ശല്യരുടെ സഹായത്തിന് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ പരാക്രമിയായ ശ്വേതന് അതൊന്നും ഒരു പ്രശ്നമായില്ല. അവന്റെ കോപാഗ്നി ഉജ്ജ്വലമായി ആളിക്കത്തി. ശല്യനും അദ്ദേഹത്തിന്റെ അനുയായികളും ശ്വേതന്റെ മേൽ മേഘത്തിൽ നിന്നുള്ള കൊള്ളിമീൻ കണക്കെ അസ്ത്രങ്ങൾ വർഷിച്ചു. എന്നാൽ ശ്വേതൻ അതെല്ലാം തന്നെ വിദഗ്ധമായി തടുക്കുകയും ശല്യന്റെയും സഹായികളുടെയും മേൽ അത്ഭുതകരമായ വിധത്തിൽ അസ്ത്രങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ പടക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ എയ്തു വീഴ്ത്തിക്കൊണ്ടിരുന്നു. കണക്കില്ലാത്തവണ്ണം ക്ഷത്രിയരെയും സൈന്യങ്ങളെയും ആനകളെയും കുതിരകളെയും ഭീഷ്മർ കൊന്നു വീഴ്ത്തി. ഭീമൻ, അർജുനൻ, ധ്രുവൻ എന്നിവരൊക്കെ അദ്ദേഹത്തെ എതിർത്തുവെങ്കിലും അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹം പൊരുതി. ആർക്കും അന്തക തുല്യനായ ആ വയോധികന്റെ മുന്നിൽ അധിക നേരം എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ പിന്മാറി. ഈ സമയം ശ്വേതൻ കൗരവപ്പടയെ കൊന്നൊടുക്കുന്നത് കണ്ട ഭീഷ്മർക്ക് ശ്വേതന്റെ ഉഗ്രമായ ആക്രമണത്തെ തടയാതിരുന്നാൽ കൗരവസേനയെ അവൻ ഛിന്നഭിന്നമാക്കുമെന്ന് മനസ്സിലായി. തുടർന്ന് ശ്വേതനെ ലക്ഷ്യമാക്കി രഥം പായിക്കുവാൻ ഭീഷ്മർ സാരഥിക്ക് നിർദ്ദേശം നൽകി. തന്നെ എതിർക്കുവാൻ വരുന്നത് ദ്വാപരയുഗത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കരുത്തനായ ഭീഷ്മ പിതാമഹനാണെന്നറിഞ്ഞിട്ടും ശ്വേതൻ ഒട്ടും പതറിയില്ല. ഭീഷ്മനും ശ്വേതനും തമ്മിൽ നടന്ന പോരാട്ടം വർണ്ണനാതീതമായിരുന്നു. ശക്തമായ പല ദിവ്യായുധങ്ങളും അവർ പ്രയോഗിച്ചു. യുദ്ധത്തിൽ ഒന്നിലധികം പ്രാവശ്യം ശ്വേതന്റെ അസ്ത്രമേറ്റ് ഭീഷ്മ പിതാമഹന്റെ വില്ലു മുറിഞ്ഞു. ശ്വേതന്റെ ശക്തമായ അസ്ത്രമേറ്റ് പിതാമഹന്റെ കൊടിമരം മുറിഞ്ഞു. തുടർന്ന് പിതാമഹന്റെ സൂതനെയും കുതിരകളെയും ശ്വേതൻ വധിച്ചു. ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധം തുടർന്നു.
ചേതൻ വില്ലു താഴെ വെച്ചിട്ട് ശക്തമായ തൻ്റെ വേൽ കയ്യിലെടുത്തു. കാലദണ്ഡം പോലെ ക്രൂരവും ഭയാനകരവുമായ ശക്തി എന്ന ആ വേൽ ഭീഷ്മ പിതാമഹന് നേരെ എറിഞ്ഞു. എന്നാൽ പിതാമഹൻ ഈ വേലിനെ 8 ശരങ്ങളയച്ച് പല കഷ്ണങ്ങളായി മുറിച്ചു. ഈ അത്ഭുത കാഴ്ച കണ്ട് സൈനികർ തരിച്ചു നിന്നു. ശ്വേതന്റെ ശക്തമായ അസ്ത്രമേറ്റ് പിതാമഹന്റെ കൊടിമരം മുറിഞ്ഞു. തുടർന്ന് പിതാമഹന്റെ സൂതനെയും കുതിരകളെയും ശ്വേതൻ വധിച്ചു. ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധം തുടർന്നു. ശ്വേതൻ വില്ലു താഴെ വെച്ചിട്ട് ശക്തമായ തൻ്റെ വേൽ കയ്യിലെടുത്തു. കാലദണ്ഡം പോലെ ക്രൂരവും ഭയാനകരവുമായ ശക്തി എന്ന ആ വേൽ ഭീഷ്മ പിതാമഹന് നേരെ എറിഞ്ഞു. എന്നാൽ പിതാമഹൻ ഈ വേലിനെ 8 ശരങ്ങളയച്ച് പല കഷ്ണങ്ങളായി മുറിച്ചു. ഈ അത്ഭുത കാഴ്ച കണ്ട് സൈനികർ തരിച്ചു നിന്നു. വേൽ മുറിഞ്ഞത് കണ്ട് കോപാന്തനായ ശ്വേതൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. അതിനുശേഷം അവൻ ഗദയും എടുത്തുകൊണ്ട് തേരിൽ നിന്ന് ചാടിയിറങ്ങി ഭീഷ്മന്റെ നേർക്ക് പാഞ്ഞു. തേരിനെ ലക്ഷ്യമാക്കി ഗദ കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു. എന്നാൽ ഇത് പ്രതീക്ഷിച്ചു നിന്ന ഭീഷ്മൻ ഗദ കൊണ്ടുള്ള പ്രഹരമേൽക്കുന്നതിന് മുൻപായി തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി. ശ്വേതന്റെ ശക്തമായ പ്രഹരമേറ്റ് ഭീഷ്മ പിതാമഹന്റെ രഥം ഛിന്നഭിന്നമായി. ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി ശ്വേതനോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി. ഈ സമയം ശ്വേതനും തൻ്റെ രഥത്തിൽ കയറി. തുടർന്ന് ഇരുവരും തമ്മിലുള്ള പോരാട്ടം പിന്നെയും തുടർന്നു. ശ്വേതന്റെ അസ്ത്രമേറ്റ് പിതാമഹന്റെ ശരീരം മുറിയുകയും രക്തമൊലിക്കുകയും ചെയ്തു. എങ്കിലും പിതാമഹൻ അതൊന്നും വകവയ്ക്കാതെ യുദ്ധം തുടർന്നു. അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്നും അസ്ത്രങ്ങൾ മഴ പോലെ ശ്വേതന് നേരെ വർഷിച്ചു. തനിക്ക് മുന്നിൽ നിന്നും ശക്തമായി പോരാടുന്ന ആ യുവാവിന്റെ പോരാട്ട വീര്യത്തിൽ പിതാമഹൻ അവനോട് ബഹുമാനം തോന്നി. ഒടുവിൽ ശ്വേതനെ വധിക്കുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ പിതാമഹൻ ശക്തമായ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. ഉടനെ 4 ദിക്കുകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പിതാമഹന്റെ വില്ലിൽ ബ്രഹ്മാസ്ത്രം ജ്വലിച്ചു നിന്നു. ആ അസ്ത്രത്തെ പിതാമഹൻ ശ്വേതന്റെ നേർ കയച്ചു. ബ്രഹ്മാസ്ത്രം ജ്വലിച്ചുകൊണ്ട് ശ്വേതന്റെ മാറിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. യുദ്ധത്തിന്റെ 1-ാം ദിവസം തന്നെ കൗരവ സൈന്യത്തിന് വൻ നാശം വിതച്ച ആ ധീര യുവാവ് പിതാമഹന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് നിലം പതിച്ചു. ഇത് കണ്ട കൗരവ സൈന്യം ഹർഷാരവം കൊണ്ട് അന്തരീക്ഷം മുഴക്കി. ദുശാസനൻ സന്തോഷമടക്കാൻ കഴിയാതെ നൃത്തം വെച്ചു. പാണ്ഡവരുടെ മുഖം മ്ലാനമായി. ഉടൻ തന്നെ ശ്വേതന്റെ സഹോദരൻ ശങ്കൻ ശ്വേതന്റെ സ്ഥാനം ഏറ്റെടുത്ത് കൗരവ പടയോട് ഏറ്റുമുട്ടി. ശ്വേതനുമായുള്ള പോരാട്ടം കഴിഞ്ഞതോടുകൂടി ഭീഷ്മർ ക്ഷീണിതനായി. സുശർമാവ് ത്രികർത്ത ദേശത്തെ രാജാവായിരുന്നു സുശർമാവ്. വാർദ്ധക്ഷേമി എന്ന രാജാവിന്റെ പുത്രനായിരുന്നു ശക്തനായ സുശർമാവ്. ദുര്യോധനന്റെ ഉത്തമ സുഹൃത്തായിരുന്നു സുശർമാവ്. കൗരവർ വിരാടന്റെ പശുക്കളെ അപഹരിച്ചതിനെ തുടർന്ന് നടന്ന യുദ്ധത്തിൽ സുശർമാവ് വിരാട രാജാവിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തെ തടവുകാരനാക്കി. കുരുക്ഷേത്ര യുദ്ധത്തിൽ സുശർമാവ് കൗരവപക്ഷത്തിൽ നിന്ന് പാണ്ഡവർക്കെതിരായി പോരാടി. യുദ്ധത്തിന്റെ 18-ാം ദിവസം അവശേഷിച്ച കൗരവ പ്രമുഖരിൽ ഒരാളായിരുന്നു സുശർമാവ്. കൃപനും ദുര്യോധനനും അശ്വത്ഥാമാവും ശകുനിയും കൃതവർമാവുമായിരുന്നു മറ്റു പ്രമുഖർ. 18-ാം ദിവസം യുദ്ധത്തിൽ ദുര്യോധനന്റെ സഹോദരങ്ങളിൽ 14 പേർ ഒഴികെ ബാക്കി എല്ലാവരും വധിക്കപ്പെട്ടിരുന്നു. അർജുനന്റെ അസ്ത്രപ്രയോഗത്താൽ കൗരവ പട ഛിന്നഭിന്നമായി. ഈ സമയം അർജുനനെ വധിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ത്രികർത്തയിലെ രാജാവായ സുശർമാവ് അർജുനനുമായി ഏറ്റുമുട്ടി. സുശർമാവിന്റെ സൈന്യം അർജുനനെ വളഞ്ഞു. അർജുനൻ നാഗാസ്ത്രം പ്രയോഗിച്ചു. തുടർന്ന് നിരവധി നാഗങ്ങൾ സുശർമാവിന്റെ സൈന്യത്തെ കൊന്നൊടുക്കി. ഇത് കണ്ട സുശർമാവ് നാഗാസ്ത്രത്തിനെതിരായി ഗരുഡാസ്ത്രം പ്രയോഗിച്ചു. ഗരുഡൻ നാഗങ്ങളെ കൊന്നൊടുക്കി. തുടർന്ന് സുശർമാവും അർജുനനുമായി ശക്തമായ പോരാട്ടം നടന്നു. സുശർമാവ് അർജുനന് മേൽ അസ്ത്രമഴ തന്നെ പെയ്ച്ചു. സുശർമാവിന്റെ ശക്തമായ ഒരു അസ്ത്രം അർജുനന്റെ നെഞ്ചിൽ തുളച്ചു കയറി. തുടർന്ന് അർജുനൻ മോഹാലസ്യപ്പെട്ട് രഥത്തിലിരുന്നു. ഇത് കണ്ട കൗരവ സൈന്യം ആർത്തു വിളിച്ചു. എന്നാൽ അല്പസമയത്തിനകം ബോധം തിരികെ ലഭിച്ച അർജുനൻ ഇന്ദ്രാസ്ത്രത്താൽ സുശർമാവിനെ വധിച്ചു.